രാഷ്ട്രീയ സംവാദത്തിന് വെല്ലുവിളിച്ച മുൻ നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച എത്ര പേർ ചരിത്രത്തിലുണ്ടെന്ന് ചോദ്യം. തനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും സ്വയം വഴിവെട്ടിയവർ ആണെങ്കിൽ മുന്നോട്ട് വരൂ എന്നും അൻവറിന്റെ വെല്ലുവിളി. ബേപ്പൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ തിരിഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു പി.വി. അൻവർ. വിശദാംശങ്ങളുമായി ബെൻസൺ ആണ് ചേരുന്നത്. ബെൻസൺ, ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ശ്യാമിലി, ഫേസ്ബുക്കിലൂടെയാണ് പി.വി. അൻവർ ഇത്തരത്തിലൊരു സംവാദ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിയമസഭാ സാമാജികൻ എന്ന സ്ഥാനം സ്വയം രാജിവെച്ചവർ എത്ര പേരുണ്ട് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളും അതിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും എത്രത്തോളം വോട്ട് നേട്ടം ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉണ്ടാക്കി എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആ കുറിപ്പുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളായി ബേപ്പൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, അതിനെല്ലാം തന്നെ ഒരു സംവാദത്തിലൂടെ തുറന്ന സംവാദത്തിലൂടെ അതിന് മറുപടി നൽകും എന്നുള്ളതാണ് അൻവർ പറയുന്നത്. നിലപാടുള്ളത് കൊണ്ടാണ് താൻ അന്ന് എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനായിട്ട് ഇറങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എനിക്കെതിരെ സംസാരിക്കുന്നവരിൽ ആരെങ്കിലും എന്നെ പോലെ സ്വയം വഴിവെട്ടിയവർ ഉണ്ടെങ്കിൽ വരൂ എന്നും പി.വി. അൻവർ വെല്ലുവിളിക്കുന്നത്. അതായത് DCC പ്രസിഡന്റും കൊയിലാണ്ടി MLA-യുമായിട്ടുള്ള പ്രവീൺ കുമാർ അതിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നുമാണ് ഈ ഒരു വിവാദത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചു, അല്ലാത്ത പക്ഷം 13-13, അതായത് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിലും UDF-ന് ജയിക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രസംഗത്തിൽ. പിന്നീട് അത് തിരുത്തുകയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്നുള്ളതാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതായിരുന്നു പിന്നീട് പ്രവീൺ കുമാർ അതിന്റെ വിശദീകരണമായി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിവിധ കോണുകളിൽ നിന്നും ഈ പി.വി. അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതിൽ അൻവറിനെ അനുകൂലിച്ച് കാരാട്ട് റസാഖ് ഉൾപ്പെടെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമർശകർക്കെല്ലാം തന്നെ താൻ നേരിട്ട് മറുപടി നൽകാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിലപാടിൽ ഊന്നി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് സംവാദത്തിന് വരട്ടെ എന്നുള്ളതാണ് പി.വി. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹം നിലവിൽ ഇപ്പോൾ നാട്ടിലില്ല. അദ്ദേഹം നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവയ്ക്കെല്ലാം തന്നെ കൃത്യമായിട്ട് നേരിട്ടൊരു മറുപടി നൽകും. അത് ഏത് നിലയിലായിരിക്കും എന്ന് നമുക്കും ഏകദേശം അറിയാം. കാരണം മുൻകാലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശ്യാമിലി, ശരി.